ഹായ് ഫ്രണ്ട്സ്, ഫ്യൂച്ചർ സ്റ്റഡി അക്കാദമിയുടെ ടെലഗ്രാം ചാനലിൽ നിന്ന് നമ്മളിട്ടൊരു അപ്ഡേറ്റ് ആണ്. നമ്മളൊരു ഷോർട്ട് ടൈം ലിക്വിഡിറ്റി മാർക്കറ്റിൽ വന്നിരുന്നു. നമുക്കിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, പെട്ടെന്ന് ലൈവ് മാർക്കറ്റിൽ വന്ന ലിക്വിഡിറ്റിയാണ്. 3317 ട്രേഡിംഗ് ഉള്ള സമയത്താണ് 3310 അത്യാവശ്യം നല്ലൊരു ഷോർട്ട് ടൈം ലിക്വിഡിറ്റി പെട്ടെന്ന് വന്ന ഒരു ലിക്വിഡിറ്റിയാണ്. ഏകദേശം 188 ലോട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ലിക്വിഡിറ്റി വന്ന സമയത്താണ് നമ്മൾ ഷോർട്ട് ടൈം ലിക്വിഡിറ്റി എന്ന് മെൻഷൻ ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പിൽ, നമ്മുടെ ഫ്യൂച്ചർ സ്റ്റഡി അക്കാദമിയുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്തത്. ഫ്രീ ആക്സസ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് താഴെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആക്സസ് കിട്ടും ഗ്രൂപ്പിൻ്റെ, ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ. നമുക്ക് അതിനുശേഷം എന്താണ് നടന്നതെന്നുള്ളത് നോക്കാം. നമ്മൾ ഇട്ടിരുന്ന പോയിന്റ് ഈ ഒരു സമയത്ത് വെച്ചാണ്. നമുക്ക് ഈ ഒരു കാണുന്ന ഏരിയയിലായിരുന്നു ലൈവായിട്ട് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നത് 310 എന്ന് പറയുന്ന സ്ഥലത്ത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, പെട്ടെന്ന് തന്നെ ഒരു സ്വീപ്പ് നടന്നു. അതേപോലെ തന്നെ നല്ലൊരു ഐസ്ബർഗ് ഓർഡറും കൂടി ഇവിടെ വന്നതിന് ശേഷമാണ് മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻറ്റ് വന്നത്. ഏകദേശം 310 നിന്നും ഏകദേശം 3322 വരെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് ഇതേപോലത്തെ ലൈവ് ലിക്വിഡിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ട്രേഡ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ബുക്ക് മാപ്പിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഫ്രീ ആക്സസ് ഈ ഗ്രൂപ്പിലുണ്ട്. കൂടുതൽ ബുക്ക് മാപ്പിനെ കുറിച്ച് പഠിക്കാനായിട്ട് നിങ്ങൾ വേറെ കോഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബുക്ക് മാപ്പിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ഇൻഡിക്കേറ്റേഴ്സിനും കുറിച്ചുണ്ട്. നിങ്ങൾ അത് വളരെ വിശദമായിട്ട് തന്നെ അവരതുപോലെ തന്നെ അവരുടെ യൂട്യൂബ് വീഡിയോസും ഉണ്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് യൂട്യൂബ് വീഡിയോസ് കാണുക. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ തന്നെ ബുക്ക് മാപ്പിനെ കുറിച്ചുള്ള കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്.